യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. 1 തെസ്സലോനി 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്നത് ഈശോയോട് ഒന്നായിരിക്കുന്നതാണ്. ഞാൻ ഈശോയിലും ഈശോ എന്നിലും എന്ന സത്യം അറിഞ്ഞുള്ള ഭൂമിയിലെ ജീവിതമാണത്. യോഹന്നാൻ 17:22-23. സഹോദരങ്ങളെ, നോമ്പിൻ്റെ ദിവസങ്ങൾ ഈശോയോടൊത്തായിരിക്കുക. അങ്ങനെ വിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക് നമ്മെ എത്തിക്കുന്ന ആ സ്നേഹത്തോട് ഒട്ടിച്ചേർന്നിരുന്ന് നമ്മളുടെ ഹൃദയവും വിചാരങ്ങളും നമ്മുടെ മനസ്സും സ്നേഹത്താൽ പൂരിതമായി കഴിയുമ്പോൾ നാം പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും മോചനം തേടി നമ്മളുടെ ഹൃദയവും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ ലോകത്തിലേക്ക് സകലരിലേക്കും അവിടുത്തെ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രകാശം ചൊരിയുവാനുള്ള ഉപകരണമായി നമ്മെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധി എന്നത് ദൈവവുമായി ഒരു ഗാഢബന്ധത്തിലായിരിക്കുക എന്നതാണ്. കാരണം എൻ്റെ ശരീരം എൻ്റെ ആത്മാവിൽ നിന്ന് ജീവിക്കുന്നു, എൻ്റെ ആത്മാവ് അങ്ങയിൽ നിന്ന് ജീവിക്കുന്നുവെന്ന് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഉദ്ധരണി സൂചിപ്പിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1718 നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ആധ്യാത്മികതയുടെ പൂർണ്ണത എന്നത് പുണ്യങ്ങളുടെ നിറവല്ല, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ആയിരിക്കുക എന്നതാണ് എന്ന് ക്രിസ്ത്യാനികരണം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ വലിയ കൂട്ടായ്മയിൽ ആയിരിക്കുക, ക്രിസ്തുവിനോടൊത്തായിരിക്കുക, അതിനുള്ള ഒരു ദാഹം നമ്മളിൽ എല്ലാ നിമിഷവും ദൈവാത്മാവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ അറിഞ്ഞ് ആ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിന് വേണ്ടി, സ്വീകരണത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മാമോദീസായിലൂടെ നാം പരിശുദ്ധ ത്രിത്വവുമായി ഒന്നായി തീർന്നുമ്പോൾ അവിടുത്തെ കൃപാവരത്തിലും വിശുദ്ധീകരണത്തിലും നീതീകരണത്തിലും അവിടുന്ന് നമുക്ക് നൽകുന്ന അനന്തമായ സാധ്യതകളെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്ന ദിവ്യരഹസ്യം വചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ട് ആഴമായ ബന്ധത്തിലായിരുന്ന് നമുക്ക് ക്രിസ്തുവിനോട് ഒപ്പമായിരിക്കാം. ഈ നോയമ്പിൽ അങ്ങനെ ദൈവത്തിൽ നിന്ന് ആരകന്നാലും ആ വ്യക്തി ഞെരുക്കത്തിലാകുമെന്ന് സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ധൂർത്തപുത്രനെ പോലെ ആ പന്നിക്കൂട്ടിൽ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അപരിമേയമായ ദാനങ്ങളെ നിസാരവൽക്കരിച്ച് തള്ളിക്കളഞ്ഞ് ആ സ്നേഹത്തിൽ നിന്ന് പോയി പന്നിക്കൂട്ടിലെ ചെളിക്കുണ്ടിൽ മുഞ്ഞുകുത്തിയപ്പോൾ അവന് സുബോധമുണ്ടായതുപോലെ നമ്മുടെ ഹൃദയം അനുതാപത്തിൻ്റെ കണ്ണീരൊഴുക്കി ദൈവത്തിൻ്റെ തിരുസ്നേഹത്തെ തിരിച്ചറിയുന്ന ആ സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് കൃപയാചിക്കാം. അങ്ങനെ ദൈവവചനത്തെയും ദൈവസ്നേഹത്തെയും അനുസരണക്കേടിലൂടെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള മേഖലകളെ കണ്ടെത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. പ്രിയമുള്ളവരെ, തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായി താഴ്മയോടെ നിലവിളിച്ച് അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ജീവിതത്തിലെ സകല മേഖലകളിലും ഹൃദയത്തിൻ്റെ ആത്മീയ പെരുപ്പത്തെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഹൃദയത്തിൽ ദരിദ്രരായിരിക്കാനുള്ള വിശുദ്ധിയിലേക്കുള്ള വിളി ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് സൂചിപ്പിക്കുമ്പോൾ അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി എല്ലാവരെയും സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ.